നമസ്കാരം. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാൻ യുദ്ധത്തിൻ്റെ പ്രാധാന്യം കുറയ്ക്കുന്നു എന്നതാണ്. അൽ ജസീറ പോലുള്ള അറബ് മാധ്യമങ്ങൾ ഇപ്പോഴും പഴയതുപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസായി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ വാർത്തയുടെയും അപ്ഡേറ്റുകൾ വളരെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ BBC ആവട്ടെ, വാഷിങ്ടൺ പോസ്റ്റ് ആവട്ടെ, പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ മറ്റു വാർത്തകൾ കൊടുക്കുന്നു. കഴിഞ്ഞ 2 മാസമായി എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും അപ്ഡേറ്റഡ് വാർത്ത വന്നുകൊണ്ടിരുന്നതാണ്. അമേരിക്കയ്ക്ക് എങ്ങനെ തലയുരണം എന്ന് നിശ്ചയമില്ലാത്ത ഒരു യുദ്ധത്തിൽ ഇത്തരമൊരു നിലപാട് അവർക്കെടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, യുദ്ധം തുടരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പറഞ്ഞത്, ലോകത്തെ വൻ ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക എന്തിനു വേണ്ടിയാണോ യുദ്ധം ആരംഭിച്ചത് അതിലൊരു ലക്ഷ്യത്തിലും അവർ എത്തിയിട്ടില്ല, എത്താനും പോകുന്നില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ കാലിൽ പിടിക്കുന്നു, ഞങ്ങളും ആലോചിക്കുന്നുണ്ട്, ചർച്ച നടത്താം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സകല ശ്രമങ്ങളും അമേരിക്കയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം ഇറാൻ വഴങ്ങുന്നില്ല. ഒടുവിൽ ഇറാൻ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. ആ നിർദ്ദേശം പരിഗണിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇറാൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശം, തൽക്കാലം നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. അമേരിക്ക ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവയ്ക്കുക എന്നതാണ്. ഇറാൻ വഴങ്ങിയില്ല. ഒടുവിൽ ഇറാൻ പറഞ്ഞു, നമുക്ക് ചർച്ചയൊക്കെ പിന്നീട് ചെയ്യാം, തൽക്കാലം നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുക, ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തരാം. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ആ ബ്ലോക്കേഡ് പിൻവലിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്നുള്ളൊരു നിലപാടിലേക്ക് ഇറാൻ മാറുന്നു. ഈ നിർദ്ദേശമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിൽ പോയി റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്തത്. അതിന് ഒത്താശ ചെയ്തിരിക്കുകയാണ്. അതാണ് തങ്ങളുടെ നിലപാടെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ ഈ നിലപാടെടുത്തതോടെ റഷ്യയുടെ പൂർണ്ണ പിന്തുണ ഇറാനുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, തൽക്കാലം നമുക്ക് യുദ്ധം നിർത്താം, അതിനുശേഷം നമുക്ക് ചർച്ചയാവാം. പരിപൂർണമായും ഇത് അമേരിക്കയുടെ പരാജയമാണ് എന്ന് നാറ്റോ സഖ്യരാജ്യങ്ങൾ പോലും പറയുന്നു. ജർമ്മൻ ചാൻസലർ ഇത് അടിവരയിട്ട് പറഞ്ഞു. അമേരിക്ക യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇറാൻ വിജയിച്ചിരിക്കുന്നു, ഇറാനാണ് മുന്നേറ്റം, മുൻതൂക്കം, ഇറാൻ്റെ നിലപാടിലേക്ക് രാജ്യങ്ങൾക്ക് മാറേണ്ടി വന്നിരിക്കുന്നു എന്ന് ജർമ്മൻ ചാൻസലർ തുറന്നു പറഞ്ഞു. നാളെ ട്രംപ് എന്തായാലും ചാൻസലർ വെറുതെ വിടുമെന്നാരും കരുതേണ്ടതില്ല. പച്ചത്തെറി വിളിക്കും, ജർമ്മനിയുടെ കുറേ ഭാഗം പിടിച്ചെടുക്കുമെന്നൊക്കെ അവകാശപ്പെടും. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ട്രംപും അംഗീകരിച്ചതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിച്ചേക്കും എന്ന സൂചന വീണ്ടും ശക്തമായി വരുന്നു. അതേസമയം മറുഭാഗത്ത് ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങാതെ ലെബനനിൽ ആക്രമണം തുടരുന്നു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കണം, ഒരു കാരണവശാലും ആ ചർച്ചയുമായി മുമ്പോട്ട് പോകരുത് എന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് കൊടുത്തു. മറ്റൊരു നിവൃത്തിയുമില്ലാതെ ട്രംപ് ഇറാൻ്റെ വഴിയെ വരുന്നു എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളുടെ നിരീക്ഷണം. ഇതിനിടയിൽ ലോകത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു നീക്കം നടന്നു. ആ നീക്കം ഇറാൻ്റെ ലോകമെമ്പാടുമുള്ള എംബസികൾ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ എംബസികൾ. ഇറാൻ്റെ എംബസികൾ ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുണ്ട്. ലണ്ടനിലെയും ഓസ്ട്രേലിയയിലെയും ഇറാൻ എംബസികൾ ആ രാജ്യത്ത് ജീവിക്കുന്ന ഇറാനികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ആത്മഹത്യാ സ്ക്വാഡുകൾക്ക് രൂപം കൊടുത്തേക്കും എന്ന ആശങ്ക അതാത് രാജ്യങ്ങളിലെ സുരക്ഷാ വിഭാഗം മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം ചില ഗൂഢാലോചനകൾ നടക്കുന്നു. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളാവുക, നമ്മുടെ രാജ്യം ശത്രുവിന് മുമ്പിൽ കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ് തുടങ്ങിയ പരാമർശങ്ങളോടെ ഇറാൻ്റെ വിദേശ രാജ്യങ്ങളിലെ എംബസികൾ അതാതിടങ്ങളിൽ രക്തസാക്ഷികളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇറാൻ്റെ എംബസികളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്നതിന് തെളിവായി പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം എംബസികളിലെ ടെലിഗ്രാം പേജിൽ വന്നിരിക്കുന്ന ചില സന്ദേശമാണ്. ലണ്ടനിലെ ഇറാൻ എംബസിയുടെ ടെലിഗ്രാം പേജിൽ ഇങ്ങനെയൊരു സന്ദേശം വന്നു: Patriotism is from faith. To inform the proud compatriots residing in the United Kingdom, in order to realize the concrete will and national desire for popular defense of the land of Iran, the possibility of registering in the Sacrifice for the Homeland campaign has been provided on the
Mihawk system platform to display a manifestation of empathy, loyalty, and national seal in unified form. Hereby, all brave and noble children of Iran are invited to consciously participate and register in this campaign, adding another golden page to the record of honor of this ancient land and showing that their hearts are devoted to the dignity and pride of the homeland. Undoubtedly, the harmony of the hearts of Iran lovers will guarantee the stability, prosperity, and flourishing of the future of this land. All together, let us give our lives better than giving the country to the enemy. ഈ കുറിപ്പിൻ്റെ അറബിയിലുള്ള ഭാഗമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷ് പരിഭാഷയാണ് ഇപ്പോൾ ചില ഇംഗ്ലീഷ് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് ലോകമെമ്പാടും ഭീകരാക്രമണം നടത്താൻ ഇറാൻ ആഹ്വാനം ചെയ്യുന്നതിന് തുല്യമാണെന്നും സകലരും ജാഗ്രത പാലിക്കണമെന്നുമുള്ള നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ മുൾമുനയിലാക്കിയാണ് ഇറാൻ. എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ആളുകളെ തന്നെ ആ രാജ്യങ്ങളിലെ ഇറാൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അതാത് രാജ്യങ്ങളിൽ ഭീകരാക്രമണം നടത്താനുള്ള ആലോചനയുടെ ഭാഗമാണ്. ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലുമൊക്കെ പൗരന്മാർ ജാഗ്രത പാലിക്കണം എന്ന് അതാതിടങ്ങളിലെ സർക്കാർ പറയുന്നു. എന്തായാലും ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന നീക്കമാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ അവരുടെ ശക്തി മുഴുവനും എടുത്തുകൊണ്ട് പാശ്ചാത്യ ലോകത്തെ അസ്ഥിരപ്പെടുത്താൻ ഏതറ്റം വരെ പോകും എന്നതിന് തെളിവായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു.